ഹായ് ഫ്രണ്ട്സ്, PSC ഐഡിയാസിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും എന്ന ടോപ്പിക്കിലെ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവുകളാണ്. എന്താണ് ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും എന്ന ടോപ്പിക്കിലെ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവുകളാണ് നമ്മളിന്ന് പഠിക്കുന്നത്. കൂടുതലായും കോശത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്താണ് കോശം എന്ന് പറഞ്ഞാൽ ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തൊക്കെയാണെന്ന് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പറയാം, ജീവശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ജീവശാസ്ത്രത്തിന്റെ പിതാവാണ് അരിസ്റ്റോട്ടിൽ. ആരാണ് ജീവശാസ്ത്രത്തിന്റെ പിതാവ്? അരിസ്റ്റോട്ടിൽ. ബയോളജി എന്ന പദം നിർദ്ദേശിച്ചത് ആരാണ്? ബയോളജി എന്ന പദം നിർദ്ദേശിച്ചത് ലാമാർക്കാണ്. ആരാണ്? ലാമാർക്കാണ് ബയോളജി എന്ന പദം നിർദ്ദേശിച്ചത്. ജീവശാസ്ത്രത്തെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? ജീവശാസ്ത്രത്തെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു: ജന്തുശാസ്ത്രമെന്നും സസ്യശാസ്ത്രമെന്നും. എന്തൊക്കെയാണ്? ജന്തുശാസ്ത്രമെന്നും സസ്യശാസ്ത്രമെന്നും ജീവശാസ്ത്രത്തെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ജന്തുശാസ്ത്രത്തിന്റെ പിതാവാണ് അരിസ്റ്റോട്ടിൽ. ആരാണ് ജന്തുശാസ്ത്രത്തിന്റെ പിതാവ്? അരിസ്റ്റോട്ടിൽ. സസ്യശാസ്ത്രത്തിന്റെ പിതാവ് തിയോഫ്രാസ്റ്റസ്. ആരാണ്? തിയോഫ്രാസ്റ്റസ് ആണ് സസ്യശാസ്ത്രത്തിന്റെ പിതാവ്. ജന്തുശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടിൽ, സസ്യശാസ്ത്രത്തിന്റെ പിതാവ് തിയോഫ്രാസ്റ്റസ്. ഇനി നമ്മൾ പറയുന്നത് കോശത്തെക്കുറിച്ചാണ്. കോശം എന്താണെന്ന് ആദ്യം പറഞ്ഞു. ജീവികളുടെ ഘടനാപരവും ജീവിതധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം എന്ന് പറയുന്നത്. എന്താണ്? ജീവികളുടെ ഘടനാപരവും ജീവിതധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം എന്ന് പറയുന്നത്. സെൽ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ സെൽ എന്ന് പറയും. സെൽ എന്ന ലാറ്റിൻ പദത്തിന് അർത്ഥം എന്താണ്? ചെറിയ മുറി, സ്മാൾ റൂം. സെൽ എന്ന ലാറ്റിൻ പദത്തിനർത്ഥം ചെറിയ മുറി എന്നാണ്. അതുപോലെ കോശത്തെക്കുറിച്ചുള്ള പഠനം എന്താണ് അറിയപ്പെടുന്നത്? കോശത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് സൈറ്റോളജി എന്നാണ്. എന്താണ്? സൈറ്റോളജി എന്നാണ് കോശത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. കോശം കണ്ടുപിടിച്ചത് ആരാണ്? കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്ക്. റോബർട്ട് ഹുക്കാണ് കോശം കണ്ടുപിടിച്ചത്. ആരാണ്? റോബർട്ട് ഹുക്കാണ് കോശം കണ്ടുപിടിച്ചത്. കോശത്തെക്കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി എന്ന് പറയുന്നത്. കോശം കണ്ടുപിടിച്ചത് ആരാണ്? റോബർട്ട് ഹുക്ക്. മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് ആരാണ്? മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് റോബർട്ട് ഹുക്കാണ്. ആരാണ്? റോബർട്ട് ഹുക്ക്. കോശത്തിന്റെ ഘടന ആദ്യമായി ചിത്രീകരിച്ച പുസ്തകം ഏതാണ്? മൈക്രോഗ്രാഫിയ. മൈക്രോഗ്രാഫിയാണ് കോശത്തിന്റെ ഘടന ആദ്യമായി ചിത്രീകരിച്ച പുസ്തകം. ഏതാണ്? മൈക്രോഗ്രാഫിയ. മൈക്രോഗ്രാഫിയ എന്ന പുസ്തകം രചിച്ചതാരാണ്? മൈക്രോഗ്രാഫിയ എന്ന പുസ്തകം രചിച്ചത് റോബർട്ട് ഹുക്കാണ്. ആരാണ്? റോബർട്ട് ഹുക്കാണ് മൈക്രോഗ്രാഫിയ എന്ന പുസ്തകം രചിച്ചത്. മനുഷ്യ ശരീരത്തെ പറ്റിയുള്ള ആദ്യ ശാസ്ത്രീയ ഗ്രന്ഥം ഏതാണ്? മനുഷ്യ ശരീരത്തെ പറ്റിയുള്ള ആദ്യ ശാസ്ത്രീയ ഗ്രന്ഥമാണ് ഡി ഹ്യൂമാനി കോർപ്പോറിസ് ഫാബ്രിക്ക. എന്താണ്? ഡി ഹ്യൂമാനി കോർപ്പോറിസ് ഫാബ്രിക്ക എന്നാണ് മനുഷ്യ ശരീരത്തെ പറ്റിയുള്ള ആദ്യ ശാസ്ത്രീയ ഗ്രന്ഥം. ഡി ഹ്യൂമാനി കോർപ്പോറിസ് ഫാബ്രിക്ക എഴുതിയതാരാണ്? ഡി ഹ്യൂമാനി കോർപ്പോറിസ് ഫാബ്രിക്ക എന്ന ബുക്ക് എഴുതിയത് ആൻഡ്രിയാസ് വെസാലിയസ് ആണ്. ആരാണ്? ആൻഡ്രിയാസ് വെസാലിയസ്. ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആരാണ്? ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആന്റൺ വാൻ ല്യൂവൻ ഹോക്ക്. ആന്റൺ വാൻ ല്യൂവൻ ഹോക്കാണ് ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത്. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജേക്കബ് ഫ്ലീഡർ, തിയോഡർ ഷാന്. ആരൊക്കെയാണ് കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത്? ജേക്കബ് ഫ്ലീഡർ, തിയോഡർ ഷാൻ. ഇവർ രണ്ടുപേരുമാണ് കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. അതുപോലെ കോശ സിദ്ധാന്തം ബാധകമല്ലാത്ത ജീവി വിഭാഗം ഏതാണ്? കോശ സിദ്ധാന്തം ബാധകമല്ലാത്ത ജീവി വിഭാഗമാണ് വൈറസുകൾ. ഏതാണ്? വൈറസുകൾ. ഒരൊറ്റ കോശത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ജീവികൾ ഏതാണ്? ഒരൊറ്റ കോശത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ജീവികളാണ് ഏകകോശ ജീവികൾ. ഏതാണ്? ഏകകോശ ജീവികളാണ് ഒരൊറ്റ കോശത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ജീവികൾ.
ശരീരത്തിൽ രണ്ടോ അതിലധികമോ കോശങ്ങളുള്ള ജീവികളാണ് ബഹുകോശ ജീവികൾ. ശരീരത്തിൽ രണ്ടോ അതിലധികമോ കോശങ്ങളുള്ള ജീവികളാണ് ബഹുകോശ ജീവികൾ എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിൽ ഏകദേശം എത്ര വ്യത്യസ്ത ഇനം കോശങ്ങളുണ്ട്? മനുഷ്യ ശരീരത്തിൽ ഏകദേശം എത്ര വ്യത്യസ്ത ഇനം കോശങ്ങളാണുള്ളത്? 200 എണ്ണമാണ് മനുഷ്യ ശരീരത്തിൽ വ്യത്യസ്ത ഇനം കോശങ്ങളുള്ളത്. 200 കോശങ്ങളാണ് വ്യത്യസ്ത ഇനം കോശങ്ങൾ. അതുപോലെ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് MJ ഫ്ലീഡർ ആണ്. 1838 ആരാണ്? MJ ഫ്ലീഡർ. കോശ സിദ്ധാന്തം പരിഷ്കരിച്ചത് ആരാണ്? കോശ സിദ്ധാന്തം പരിഷ്കരിച്ചത് റുഡോൾഫ് വിർഷോ. ആരാണ്? റുഡോൾഫ് വിർഷോ ആണ് കോശ സിദ്ധാന്തം പരിഷ്കരിച്ചത്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാം കോശത്തിലെ പ്രധാന ഭാഗങ്ങൾ. കോശത്തിലെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് കോശഭിത്തി. 2 കോശസ്തരം, 3 കോശദ്രവ്യം, 4 കോശമർമ്മം, 5 മൈറ്റോകോൺട്രിയോൺ, 6 ഫേനം. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? കോശഭിത്തി, കോശസ്തരം, കോശദ്രവ്യം, കോശമർമ്മം, മൈറ്റോകോൺട്രിയോൺ, ഫേനം. ഇത്രയും ഭാഗങ്ങളാണ് കോശത്തിലെ പ്രധാന ഭാഗങ്ങൾ. അടുത്തതായിട്ട് നമുക്ക് കോശഭിത്തി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. കോശഭിത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? സസ്യങ്ങളുടെയും ഫംഗസുകളുടെയും കോശസ്തരത്തെ പൊതിഞ്ഞുകൊണ്ട് കാണപ്പെടുന്ന കട്ടിയേറിയ ജീവനില്ലാത്ത ആവരണമാണ് കോശഭിത്തി എന്ന് പറയുന്നത്. എന്താണ്? സസ്യങ്ങളുടെയും ഫംഗസുകളുടെയും കോശസ്തരത്തെ പൊതിഞ്ഞുകൊണ്ട് കാണപ്പെടുന്ന കട്ടിയേറിയ ജീവനില്ലാത്ത ആവരണമാണ് കോശഭിത്തി എന്ന് പറയുന്നത്. ഈ കോശഭിത്തി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പദാർത്ഥമാണ് സെല്ലുലോസ്. എന്താണ്? കോശഭിത്തി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പദാർത്ഥമാണ് സെല്ലുലോസ് എന്ന് പറയുന്നത്. കോശഭിത്തിയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? കോശഭിത്തിയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളാണ് കാൽസ്യം, മഗ്നീഷ്യം. ഏതൊക്കെയാണ്? കാൽസ്യം, മഗ്നീഷ്യവുമാണ് കോശഭിത്തിയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ. കോശത്തിന്റെ ഏറ്റവും പുറമെയുള്ള ഭാഗം ഏതാണ്? കോശത്തിന്റെ ഏറ്റവും പുറമെയുള്ള ഭാഗമാണ് കോശസ്തരം. ഏതാണ്? കോശസ്തരമാണ് കോശത്തിന്റെ ഏറ്റവും പുറമെയുള്ള ഭാഗം കോശസ്തരം എന്ന് അറിയപ്പെടുന്നു. അതുപോലെ കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുന്ന ഒരു പേരുണ്ട്. എന്താണ്? ജീവദ്രവ്യം. ജീവദ്രവ്യം എന്നാണ് കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുന്നത്. എന്താണ്? ജീവദ്രവ്യം. ശരീര നിർമ്മാണത്തിന്റെ അടിസ്ഥാന ഘടകം ഏതാണ്? ശരീര നിർമ്മാണത്തിന്റെ അടിസ്ഥാന ഘടകമാണ് പ്രോട്ടോപ്ലാസം. എന്താണ്? പ്രോട്ടോപ്ലാസം എന്നാണ് ശരീര നിർമ്മാണത്തിന്റെ അടിസ്ഥാന ഘടകത്തിന് പറയുന്ന പേര്. എന്താണ്? പ്രോട്ടോപ്ലാസം. ജീവദ്രവ്യത്തിൽ മർമ്മമൊഴികെയുള്ള ഭാഗം അറിയപ്പെടുന്നത് കോശദ്രവ്യം എന്നാണ്. എന്താണ്? ജീവദ്രവ്യത്തിൽ മർമ്മമൊഴികെയുള്ള ഭാഗം അറിയപ്പെടുന്നത് കോശദ്രവ്യം എന്നാണ്. കോശപ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് എന്താണ്? കോശപ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് കോശമർമ്മമാണ്. എന്താണ്? കോശമർമ്മം. കോശപ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് കോശമർമ്മം എന്നാണ്. അതുപോലെ മനുഷ്യ ശരീരത്തിൽ പുതുതായി കണ്ടെത്തിയ കോശത്തിന്റെ ആകൃതിയാണ് സ്കൂട്ടോയിഡ്. എന്താണ്? സ്കൂട്ടോയിഡ് എന്നാണ് മനുഷ്യ ശരീരത്തിൽ പുതിയതായി കണ്ടെത്തിയ കോശത്തിന്റെ ആകൃതി. ഏതാണ്? സ്കൂട്ടോയിഡ്. ഏറ്റവും വലിയ ഏകകോശ ജീവിയാണ് അസറ്റാബുലേറിയ. അസറ്റാബുലേറിയയാണ് ഏറ്റവും വലിയ ഏകകോശ ജീവി. അതുപോലെ ഏറ്റവും ചെറിയ ജീവനുള്ള കോശം ഏതാണ്? ഏറ്റവും ചെറിയ ജീവനുള്ള കോശമാണ് മൈക്കോപ്ലാസ്മ. ഏറ്റവും വലിയ കോശം ഏതാണ്? ഏറ്റവും വലിയ കോശം ഒട്ടക പക്ഷിയുടെ മുട്ടയാണ് ഏറ്റവും വലിയ കോശം. അതുപോലെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശമാണ് അണ്ഡം. ഏതാണ്? അണ്ഡമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ഏതാണ്? ബീജകോശമാണ്. ബീജകോശമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം, ബീജകോശം. മനുഷ്യ ശരീരത്തിലെ നീളമേറിയ കോശം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ നീളമേറിയ കോശമാണ് നാഡീകോശം. ഏതാണ്? നാഡീകോശം.
മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള കോശമാണ് നാഡീകോശം. മനുഷ്യ ശരീരത്തിലെ നീളമേറിയ കോശം നാഡീകോശമാണ്. അതുപോലെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള കോശം എന്ന് പറയുന്നതും നാഡീകോശമാണ്. അതുപോലെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങൾ ഏതാണ്? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങളാണ് അരുണരക്താണുക്കൾ. ഏതാണ്? അരുണരക്താണുക്കൾ. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശവും അരുണരക്താണുക്കളാണ്. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശം എന്നറിയപ്പെടുന്നതും അരുണരക്താണുക്കളാണ്. എത്രയാണ്? 120 ദിവസമാണ് അരുണരക്താണുക്കളുടെ ആയുസ്. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശം അരുണരക്താണുക്കൾ. ഇത്രയും കാര്യങ്ങളാണ് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവിൽ നമുക്ക് ഈ ക്ലാസ്സിൽ പറയാനുള്ളത്. കൂടുതൽ നമ്മൾ കോശത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ബാക്കിയുള്ള നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.